പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങുന്നതും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും പതിവ് കാഴ്ചയായിരുന്നു. നിരവധി ആളുകൾക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ പ്രദേശത്ത് ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇപ്പോൾ ഈ കാട്ടാനകൾ നാട്ടിലേക്ക് എത്തുന്നത് തടയാൻ വനംവകുപ്പ് ഒരുപാട് പദ്ധതികൾ ആലോചിച്ചെങ്കിലും പലതും വിജയകരമായി നടപ്പാക്കാൻ വനംവകുപ്പിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ BSNL അതിനു വേണ്ടിയുള്ള ഒരു സഹായകരമാവുന്ന ഒരു ഡിവൈസ് ഇപ്പോൾ ഏതായാലും ഒരുക്കിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ കാട്ടാനകൾ എത്തുന്ന ഈ കഞ്ചിക്കോട് പന്നിമട ഭാഗത്ത് ഒരു ക്യാമറ സ്ഥാപിച്ച് ഒരു 360 ക്യാമറയാണ് ഇപ്പോൾ BSNLന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്യാമറയുടെ ഒരു 500 മീറ്റർ പരിധിക്കുള്ളിൽ കാട്ടാനകൾ എത്തിയാൽ കൃത്യമായി ഈ ക്യാമറ ഉദ്യോഗസ്ഥർക്ക് അലാം നൽകും. അതിൻ്റെ ഒരു ട്രയൽ റണ്ണാണ് ഇപ്പോൾ കഞ്ചിക്കോട് ഈ പന്നിമട ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധോണിയിൽ ഉള്ള അഗസ്തൻ എന്ന കുങ്കിയാനയെ എത്തിച്ചാണ് ഇപ്പോൾ ഈ ഒരു ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ BSNLന്റെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. എന്താണ് ഈ ஒரு டிவைஸ் കൊണ്ട് உத்தேசிക്കുന്നത്? ஆக்சுவலாக நாங்கள் வந்துட்டு பெங்களூர் பேஸ் ஆக்டிவ் டெக்மெண்ட்ஸ் கம்பெனிக்காரங்க. ஓகேவா, நாங்கள் வந்துட்டு ஃபுல்லாகவே வீடியோ அனலிட்டிக்ஸ் கம்பெனி தான். இது வந்துட்டு மெயினாக என்ன சொல்லியிருக்காங்கன்னா, எலிஃபெண்ட் இங்கே கிராஸ் ஆகி ரொம்ப ஆக்சிடென்ட் ஆகுது, மனுஷங்களுக்கு ரொம்ப ப்ராப்ளம்னு சொன்னாங்க. அதனால இப்போ அட்வான்ஸ் பெஸ்ட்டாக யூஸ் பண்ணி நாங்கள் கேமரா யூஸ் பண்ணி அனிமல்ஸ் டிடெக்ட் பண்ணுறோம். இப்போ நீங்கள் பார்த்தீங்கன்னா உங்களுக்கு இங்கே லைவ் டைம் உங்களுக்கு தெரியும். இப்போ எலிஃபெண்ட் இங்கே போயிட்டு இருக்குது. இந்த மாதிரி ஆப் எல்லாருக்கும் கொடுப்போங்க நம்ம. ஓகே, இந்த ஃபாரஸ்ட் ரேஞ்ச் எல்லாருக்கும் ஆப். இந்த சரௌண்டிங்கில் எங்கே எலிஃபெண்ட் வந்தாலும் உங்களுக்கு அலாரம் அடிக்கும். உங்களுக்கு வித் கிளிப்போட அலாரம் அடிக்கும் பாருங்கள். வித் தெர்மல் இமேஜும் வரும், நைட் விஷன் வியூவும் வரும், கலர் இமேஜும் வரும். ஓகேவா, இந்த சரௌண்டிங் எங்கே இப்போ எலிஃபெண்ட் வந்தாலும் 500 மீட்டர் ரேஞ்சுக்கு எலிஃபெண்ட் டிடெக்ட் ஆகும். அலாரம் நோட்டிஃபிகேഷൻ ரேഞ്ച് ഓഫീസ്ക്ക് എല്ലാവർക്കും പോകും. ഇതാണ് ഈ ഒരു 500 മീറ്റർ പരിധിക്കുള്ളിൽ, അതായത് ഇപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടല്ലോ അലാറത്തിൻ്റെ, ഈ ക്യാമറയുടെ ഈ 360 ക്യാമറയുടെ 500 മീറ്റർ പരിധിക്കുള്ളിൽ എവിടെ കാട്ടാനെ എത്തിയാലും കൃത്യമായി ഈ അലാം സിസ്റ്റം വർക്ക് ചെയ്യും. റേഞ്ചർ അതുപോലെ തന്നെ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഈ വിവിധ ആപ്പുകളിലൂടെ ഈ ആനകൾ എത്തിയെന്ന രീതിയിലുള്ള ഒരു വിവരം ഉദ്യോഗസ്ഥർക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് എത്രയും പെട്ടെന്ന് ഈ കാട്ടാനകൾ ഇറങ്ങുന്ന മേഖലയിലേക്ക് ഇറങ്ങാനും ഈ ഒരുവിധം അപകടങ്ങളെല്ലാം തടുക്കാനും സാധിക്കും. നേരത്തെ ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തി റെയിൽവേ ക്രോസിൽ വെച്ച് ട്രെയിൻ ഇടിച്ച് മരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് അപായം അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈ കഞ്ചിക്കോട് വാളയാർ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ സിസ്റ്റം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഈ ഒരു അപകടങ്ങൾ ഒരു പരിധിവരെ ചെറുക്കാൻ കഴിയും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രയൽ റണ്ണാണ് ഇപ്പോൾ കഞ്ചിക്കോട് പന്നിമട ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 മണിക്കാണ് അഗസ്ത്യൻ എന്ന് പറയുന്ന ഈ കുങ്കിയാനയെ ഈ കഞ്ചിക്കോട് പന്നിമട ഭാഗത്തേക്ക് എത്തിച്ച് ഈ ട്രയൽ റൺ ആരംഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചാൽ ഈ പദ്ധതി വനവകുപ്പ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് വിജയകരമായി സ്ഥാപിക്കും എന്ന രീതിയിലുള്ള വിവരമാണ് നിലവിൽ ലഭ്യമാവുന്നത്. ധോണിയിൽ നിന്ന് എത്തിച്ചുള്ള അഗസ്ത്യൻ എന്ന് പറയുന്ന കുങ്കിയാനയാണ്. ഈ കുങ്കിയാനയാണ് ഇപ്പോൾ ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള ഈ പന്നിമട ഭാഗത്തു കൂടെ നടത്തി വനവകുപ്പ് ഈ ഒരു ട്രയൽ റണ്ണിന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. BSNL സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പദ്ധതി ഈ കഞ്ചിക്കോട് ഭാഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.